കേരളത്തിലെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും സമഗ്ര വികസനത്തിനും ലക്ഷ്യമിട്ട് നടത്തുന്ന ജനശ്രീ സുസ്ഥിര യാത്രയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകി. കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തിയിലെത്തിക്കണമെങ്കിൽ ഭരണം മാത്രം പോരാ, കാര്യക്ഷമമായ ജനപങ്കാളിത്തം കൂടി ഉറപ്പാക്കണമെന്ന് ജാഥ ക്യാപ്റ്റനും ജനശ്രീ സുസ്ഥിര മിഷൻ ചെയർമാനുമായ എം ഹസൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട ഡാണാവിൽ നിന്ന് യാത്രയെ സ്വീകരിച്ചു. ടൗൺ കോപ്പറേറ്റീവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മിഷൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ PA ജോസ് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റുമാരായ PA മാധവൻ, O അബ്ദുൾ റഹ്മാൻ കുട്ടി, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അനിൽകുമാർ, MP സുകുമാരൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ പെരുമ്പിള്ളി, ലതിക സുഭാഷ് എന്നിവർ സംസാരിച്ചു. നാൻസി വർഗീസ് ഹാരാർപ്പണം നടത്തി. ജനശ്രീ മിഷൻ ബ്ലോക്ക് യൂണിയൻ സെക്രട്ടറി AD ഫ്രാൻസിസ് ദേവസഹായം സ്വാഗതവും സുജ സജീവ് നന്ദിയും പറഞ്ഞു. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താനും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും 2 വർഷം മുമ്പ് നമ്മൾ ജന്മം കൊടുത്ത ഒരു കൂട്ടായ്മയാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് മുമ്പ് നടന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്ത് ഓർമ്മിക്കുകയാണ്. അന്ന് ഞാൻ ഇതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു. ശ്രീ ജാക്സൺ തന്നെ ഇവിടെ പറഞ്ഞു ഒരു ചെറിയ പിഴവ് പറ്റിയിട്ടുണ്ട്, അല്പം ഫോളോ അപ്പിന്റെ കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ സമ്മേളനം നമുക്ക് ഭാവിയിലെ ജനശ്രീ പ്രവർത്തനം ഇരിങ്ങാലക്കുടയിൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരു തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളം വളരെ അനുഗ്രഹീതമായിരുന്നതാണ്.